ഏവർക്കും ക്രിസ്തയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ഇന്നത്തെ വചനചിന്തയ്ക്കായി 121 സങ്കീർത്തനം 6-7 വാക്യങ്ങൾ. പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും നിന്നെ ബാധിക്കുകയില്ല. യഹോവ ഒരു ദോഷവും തട്ടാതെ വണ്ണം നിന്നെ പരിപാലിക്കും. അവൻ നിന്റെ പ്രാണനെ പരിപാലിക്കും. 1945 ജർമ്മനിയിലെ ഹിറ്റ്ലർ ആത്മഹത്യ ചെയ്തതോടെ രണ്ടാം ലോകമഹായുദ്ധം അവസാനിച്ചു. യൂറോപ്പിലെ യുദ്ധം അവസാനിച്ചപ്പോഴും ജപ്പാനും അമേരിക്കയും തമ്മിൽ പസഫിക്കിൽ യുദ്ധം തുടർന്നു. അമേരിക്കയുടെ നാവികസേനയുടെ കപ്പലെ തകർത്തപ്പോൾ ജപ്പാനിനോട് തീരാത്ത പകയായിരുന്നു അമേരിക്കയ്ക്ക്. എന്നാൽ അമേരിക്കയോട് യുദ്ധം ചെയ്ത് ജപ്പാൻ ഒരിക്കലും കീഴടങ്ങുവാൻ സാധ്യതയില്ലായിരുന്നു. എത്രയും പെട്ടെന്ന് നിങ്ങൾ കീഴടങ്ങിയില്ലെങ്കിൽ ജപ്പാനിനെ ഞങ്ങൾ നശിപ്പിക്കുമെന്നായിരുന്നു അമേരിക്ക അവരോട് കൽപ്പിച്ചത്. ഇതിനെ വകവെക്കാതെ ജപ്പാൻ അവരോട് യുദ്ധം ചെയ്തുകൊണ്ടിരുന്നു. അണുബോംബ് ഉപയോഗിച്ച് ജപ്പാനെ നശിപ്പിക്കുക എന്നുള്ള തീരുമാനത്തിലെത്തി അമേരിക്ക. ജപ്പാൻ്റെ ഏറ്റവും വലിയ ആയുധശാലകളിൽ ഒന്നായ കൊക്കുര എന്ന സ്ഥലവും ഹിരോഷിമയുമായിരുന്നു. അണുബോംബ് ഉപയോഗിച്ച് അവർ ഹിരോഷിമയെ തകർത്തു. 80,000-ഓളം ആളുകൾ മരിച്ചു. എന്നിട്ടും ജപ്പാൻ കീഴടങ്ങിയില്ലായിരുന്നു. കൊക്കുരായെ അവർ ലക്ഷ്യമിട്ടു ബോംബ് ബ്ലാസ്റ്റ് ചെയ്യുവാനായി അവർ തീരുമാനിച്ചു. കൊക്കുരായിലെ ജനങ്ങൾ യുദ്ധത്തിന് ഭയന്ന് ഷെൽട്ടർ ഹോമുകളിൽ പോയി താമസിച്ചിരുന്നു. എന്നാൽ ഒരു ക്രിസ്തീയ വിശ്വാസിയായ മാതാവ് തൻ്റെ കുടുംബത്തോടെ അവരുടെ സ്വന്തം വീട്ടിൽ തന്നെ അവർ താമസിച്ചിട്ട് മറ്റുള്ളവരോട് പറഞ്ഞു, എൻ്റെ ദൈവം എന്നെ രക്ഷിക്കും. പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും നിന്നെ ബാധിക്കുകയില്ല. യഹോവ ഒരു ദോഷവും തട്ടാതെ വണ്ണം നിന്നെ പരിപാലിക്കും. അവൻ നിൻ്റെ പ്രാണനെ പരിപാലിക്കുമെന്ന് ഞാൻ വേദപുസ്തകത്തിൽ വായിച്ചിട്ടുണ്ട്. എൻ്റെ ദൈവത്തിന് ജീവനുണ്ട്, എന്നെ രക്ഷിക്കുമെന്ന് അവർ പറഞ്ഞു. മറ്റുള്ളവരെല്ലാം പരിഹസിച്ചപ്പോഴും ദൈവം അവരെ കാക്കുമെന്ന വിശ്വാസത്തോടെ ആ വീട്ടിൽ തന്നെ അവർ താമസിച്ചിരുന്നു. ഹിരോഷിമയെ തകർത്തതുപോലെ അമേരിക്ക കൊക്കുരയെയും ലക്ഷ്യമിട്ടു. എന്നാൽ എയർ ബോംബിംഗ് റെയ്ഡുകളിൽ നിന്നുള്ള പുക കൊക്കുരയ്ക്ക് മുകളിലൂടെ ആകാശത്തെ മറച്ചു. അമേരിക്കൻ വിമാനങ്ങൾ പിന്നീട് അവരുടെ ലക്ഷ്യത്തെ നാഗസാക്കിയിലോട്ട് മാറ്റി. കൊക്കുരയിൽ നിന്നും ഏകദേശം 130ഓളം കിലോമീറ്റർ അകലെയുള്ള നാഗസാക്കിയിലായിരുന്നു പിന്നീട് ബോംബ് ബ്ലാസ്റ്റ് ആയത്. ആ മാതാവിൻ്റെ വിശ്വാസം അവരെ രക്ഷിച്ചു. പ്രിയമുള്ളവരെ, യഹോവ ഒരു ദോഷവും തട്ടാതെ വണ്ണം നിന്നെ പരിപാലിക്കും. അവൻ നിന്റെ പ്രാണനെ പരിപാലിക്കും. ആ മാതാവിൻ്റെ വിശ്വാസം അവരെ രക്ഷിച്ചു. തൻ്റെ സ്ഥലത്ത് വീഴാനിരുന്ന ബോംബിനെ 130ഓളം കിലോമീറ്റർ അകലെയായിരുന്നു ദൈവം തള്ളി നീക്കിയത്. ഏത് പ്രതികൂല സാഹചര്യമായാലും ദൈവം നമ്മെ പരിപാലിക്കും. നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ നമ്മുടെ പ്രാണനെ ദൈവം പരിപാലിക്കും. അതുകൊണ്ട് വിശ്വാസ ജീവിതത്തിൽ ഉറച്ചു നിൽക്കുക, ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുക. ദൈവം ഈ വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.